അടുത്തത് പറയുന്നത് ചെയ്യാൻ അപ്പോൾ ഈ ആ മോഡൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എൻഡിറ്റി റിലേഷൻഷിപ്പ് അതൊന്ന് റിലേഷൻഷിപ്പ് എൻഡിറ്റി റിലേഷൻഷിപ്പ് ഡയഗ്രാം ഇതിലെന്ന് പറയുന്നത് ഒരു കൺസെപ്ച്വൽ മോഡലാണ്. ഓക്കെ, ഒരു കൺസെപ്ച്വൽ മോഡലാണ്. കൺസെപ്ച്വൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു അല്ലെ, വാട്ട് ഡേറ്റ ആർ സ്റ്റോർഡ്. അപ്പോൾ കൺസെപ്ച്വൽ മോഡലാണ്. അതുപോലെ തന്നെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് ഗ്രാഫിക്കൽ representation of the logical structure of data. Logical structure of data. അപ്പൊ അതൊന്ന് ഓർത്ത് വയ്ക്കും. ഇനി ER ഡയഗ്രത്തില് ER ഡയഗ്രം ചെയ്യുമ്പോൾ രണ്ട് ബേസിക് കൺസെപ്റ്റ്സ് ആണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. 3 basic concepts are used. Basic concepts are used. അതിലെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് entities. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് attributes. ഈ തേർഡ് വൺ എന്ന് പറയുന്നത് അതിന്റെ റിലേഷൻഷിപ്സ്. തേർഡ് വൺ എന്ന് പറയുന്നത് അതിന്റെ റിലേഷൻഷിപ്സ്. ഇതാണ് എന്ന് പറയുന്നത് നമ്മുടെ 3 കൺസെപ്റ്റ്സ്. അപ്പൊ അതിൽ ആദ്യം നമുക്ക് എൻറ്റിറ്റീസ് എന്താണ് ഇതെന്ന് പറയുന്നത് ഒരു റിയൽ വേൾഡ് ഒബ്ജക്റ്റ് ആണ്. ഓക്കെ, റിയൽ വേൾഡ് ഒബ്ജക്റ്റിനെയാണ് എൻറ്റിറ്റി എന്ന്. ഈ രണ്ടാമത്തെ പറയുന്നത് നമ്മുടെ എൻറ്റിറ്റി റെപ്രസെന്റ് ചെയ്യുക റെക്ടാങ്കിൾ വെച്ചിട്ടുണ്ട് റെപ്രസെന്റ്. ഓക്കെ, ഇനി ഒരു എൻറ്റിറ്റി സെറ്റ് ഉണ്ടായിരിക്കും. നമുക്ക് ഇനി ഒരു എൻറ്റിറ്റി സെറ്റ് ഉണ്ടെന്ന് വിചാരിക്കാം. എൻറ്റിറ്റി സെറ്റ് അതായത് കുറെ എൻറ്റിറ്റിയുടെ ഒരു സെറ്റ്. പക്ഷെ ഇതിലൊരു സാറ്റിസ്ഫൈ ചെയ്യേണ്ട ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് എല്ലാം സെയിം ടൈപ്പ് ആയിരിക്കും. എൻറ്റിറ്റി സെറ്റില് എല്ലാം സെയിം ടൈപ്പ് ആയിരിക്കും. കുറെ എൻറ്റിറ്റീസിന്റെ കളക്ഷൻ ആയിരിക്കും, പക്ഷെ എല്ലാം സെയിം ടൈപ്പ് ആയിരിക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പേഴ്സൺ. പേഴ്സൺ എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റി എടുക്കുകയാണെങ്കിൽ അതിന്റെ എൻറ്റിറ്റി സെറ്റ് എടുക്കുകയാണെങ്കിൽ എന്തൊക്കെ വരാം? എംപ്ലോയി, സ്റ്റുഡന്റ്, ഒരു ഹോസ്പിറ്റലിന്റെ കേസിലാണെങ്കിൽ പേഷ്യന്റ്. അതൊക്കെ എന്താണ്? ഒരു എൻറ്റിറ്റി. പേഴ്സൺ എന്ന് പറയുന്ന എൻറ്റിറ്റി സെറ്റിലുള്ള എൻറ്റിറ്റീസ് ആണ് ഇതൊക്കെ. ഇനി അടുത്തതെന്ന് പറയുന്നത് 2 ടൈപ്പ് എൻറ്റിറ്റി സെറ്റ് ഉണ്ട്. നമ്മൾ പറഞ്ഞ എൻറ്റിറ്റി സെറ്റ് ഉണ്ടെന്ന്. എൻറ്റിറ്റി സെറ്റ് എന്താണ്? ഈ എൻറ്റിറ്റി സെറ്റിൽ തന്നെ 2 ടൈപ്പ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സ്ട്രോങ് എൻറ്റിറ്റി. അടുത്തത് പറയുന്നത് വീക്ക് എൻറ്റിറ്റി. സ്ട്രോങ് എൻറ്റിറ്റി എന്ന് പറയുമ്പോൾ ആ സെറ്റില് അതിന് തന്നെ ഇറ്റ്സ് ഓൺ പ്രൈമറി കീ ഉണ്ടെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുന്നത് സ്ട്രോങ് എൻറ്റിറ്റി. ഓക്കെ, അപ്പോ ഇത് റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ സ്ട്രോങ് എൻറ്റിറ്റിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യാം ഒരൊറ്റ റെക്ടാങ്കിളില് ആ എൻറ്റിറ്റിയുടെ നെയിം. ഇതാണ് സ്ട്രോങ് എൻറ്റിറ്റി. ഓക്കെ, ഇനി വീക്ക് എൻറ്റിറ്റി ആണെങ്കിൽ അതിൽ എന്ത് ചെയ്യണ്ടല്ലേ? ഡു നോട്ട് പൊസസ് പ്രൈമറി കീന് ഞാൻ വീക്ക് ആണ് കൊടുക്കുന്നത്. ഇനി ഇതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുക ഡബിൾ റെക്ടാങ്കിളാണ് വീക്ക് എൻറ്റിറ്റിനെ റെപ്രസെന്റ്. അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അടുത്ത് വെക്കും. ഓക്കെ, ഒരു എക്സാമ്പിൾ വീക്ക് എൻറ്റിറ്റിക്കും ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ നോമിനി ഡീറ്റെയിൽസ് വെക്കും. ആ നോമിനി ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ഒരു വീക്ക് എൻറ്റിറ്റിയാണ്. സാധാരണ ബാങ്കിന്റെ കസ്റ്റമർ സ്ട്രോങ് എൻറ്റിറ്റിയും ആ കസ്റ്റമറുടെ തന്നെ ഒരു എൻറ്റിറ്റിയാണ് നമ്മുടെ നോമിനി എന്ന് പറയുന്നത്. ആ നോമിനി എൻറ്റിറ്റി എന്താണ്? വീക്ക് എൻറ്റിറ്റി ആയിരിക്കും. ഇനി അടുത്തതെന്ന് പറയുന്നത് റിലേഷൻഷിപ്പാണ്. റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 or more entities
അസോസിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന റിലേഷൻ, അസോസിയേറ്റ്സ് ചെയ്യുന്ന റിലേഷൻ, അതിനെയാണ് എന്ത് പറയുന്നത്? റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഇനി നേരത്തെ പോലെ തന്നെ സ്ട്രോങ് റിലേഷൻഷിപ്പ് സെറ്റ് ഉണ്ട്. സ്ട്രോങ് റിലേഷൻഷിപ്പ് സെറ്റ് ഉണ്ട്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രണ്ട് എൻറ്റിറ്റീസിന്റെ ഇടയിൽ എന്താണ് ഒരു സ്ട്രോങ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ, സ്ട്രോങ് റിലേഷൻ ആണെങ്കിൽ അതിന്റെ സ്ട്രോങ് റിലേഷൻഷിപ്പ്. ഇനി വീക്ക് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് റിലേഷൻഷിപ്പ് എക്സിസ്റ്റ് ചെയ്യണ്ടോന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വീക്ക് റിലേഷൻഷിപ്പ് ചെയ്യുന്നത്. അപ്പൊ വീക്ക് റിലേഷൻഷിപ്പ് എക്സിസ്റ്റ് ചെയ്യുക, വീക്ക് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് എന്തിലായിരിക്കും? സ്ട്രോങ്ങിലും ഉണ്ടായിരിക്കും, സ്ട്രോങ് എൻറ്റിറ്റിയിലും ഉണ്ടായിരിക്കും, വീക്കിലും ഉണ്ടായിരിക്കും. പക്ഷെ ഈ സ്ട്രോങ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് എന്താണ്? റിലേഷൻഷിപ്പ് ടു എൻറ്റിറ്റീസ്. എങ്കിലാകുമ്പോ വീക്ക് റിലേഷൻഷിപ്പ് ആകുമ്പോൾ സ്ട്രോങ്ങിന് പേര് വീക്കിൽ. ഇനി ഇത് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. ഇതിന്റെ കൂടെ തന്നെ ഈ ഡയഗ്രത്തിന്റെ ഇത് പറഞ്ഞു. ഇത് സാധാരണ ഒരു റിലേഷൻഷിപ്പ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക ഇങ്ങനെയാണ്. അതാണ് സ്ട്രോങ് റിലേഷൻ. ഇനി വീക്ക് റിലേഷൻഷിപ്പ് ആണെങ്കിൽ, വീക്ക് റിലേഷൻഷിപ്പ് ആണെങ്കിൽ എന്തായിരിക്കും? ഡബിൾ ഡയമണ്ടിലായിരിക്കും റെപ്രസെന്റ്. ഓക്കെ, ഇനി അതൊന്ന് ആലോചിക്കും. ഇനി അടുത്തതാണ് ആട്രിബ്യൂട്ട്സ്. അടുത്തതാണ് ആട്രിബ്യൂട്ട്സ്. ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് എന്തിനു വേണ്ടിയിട്ടാ? വിച്ച് ഡിസ്ക്രൈബ്സ് ആൻ entities in a entity set. പിന്നെ entity set, ഒരു entity സെറ്റിലുള്ള എന്റിറ്റീസിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ആട്രിബ്യൂട്ട്സ്. അപ്പൊ അതില് കുറെ ഓരോ, അതായത് ഒരു സ്പെസിഫിക് ഡൊമൈൻ എടുത്തു കഴിഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് വാല്യൂസ് ഒക്കെ ഉണ്ടായിരിക്കും. ഇപ്പോ നമ്മളൊരു വേറൊരു കൺസിഡറേഷൻ പറയുകയാണെങ്കിൽ നമ്മൾ ഏജ് എടുക്കാന്ന് വിചാരിക്കാം. ഓക്കെ, ഏജ് എടുക്കുകയാണെങ്കിൽ ഏജിന് നെഗറ്റീവ് വാല്യൂ ഉണ്ടാവും? ഇല്ല, എപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവ് വാല്യൂ ആയിരിക്കും വരിക, അല്ലെ? അപ്പൊ അങ്ങനത്തെ കുറച്ച്, അതായത് ഏജ്, ഒരു പേഴ്സന്റെ ഏജ്, അപ്പൊ അതെന്താണ്? അതിന്റെ ഒരു വാല്യൂസ് ആണ് നമ്മൾ എടുക്കുക. ഇത് നമ്മൾ യൂസ് ചെയ്യാനായിട്ട് അതായത് ആട്രിബ്യൂട്ട്സ് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം എലിപ്സ് ആണ്. ഓക്കെ, എലിപ്സ് ആണ് യൂസ് ചെയ്യാം. ഇതിൽ കുറെ ടൈപ്പ് ഓഫ് ആട്രിബ്യൂട്ട്സ് ഉണ്ട്. സിമ്പിൾ ഉണ്ട്, അതുപോലെ തന്നെ കോമ്പോസിറ്റ് ഉണ്ട്, പിന്നെ സിംഗിൾ വാല്യൂഡ് ഉണ്ട്, പിന്നെ മൾട്ടി വാല്യൂഡ് ഉണ്ട്, പിന്നെ ഡിറൈവ്ഡ്, അതുപോലെ തന്നെ കീ ആട്രിബ്യൂട്ട്. ഇതൊക്കെ എന്താണ്? ആട്രിബ്യൂട്ട്സുകൾ എക്സാമ്പിൾ. അതൊക്കെ ഒന്ന്, കോമ്പോസിറ്റ് എന്താണ്, സിംഗിൾ വാല്യൂ ആട്രിബ്യൂട്ട് എന്താണ്, മൾട്ടി വാല്യൂഡ് എന്താണ്, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങള് നോക്കി വെക്കാം. അപ്പോൾ ഓരോന്നിനും ഓരോ എക്സാമ്പിൾ പറയാം. കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട് ആണെങ്കിൽ അതായത് കുറെ അഡ്രസ്. അപ്പൊ അഡ്രസ് എന്താണ്? അഡ്രസ്സിൽ എന്തൊക്കെ വരും? ഹൗസ് നെയിം വരും, PO വരും, അല്ലെ? പോസ്റ്റ് ഓഫീസ് വരും, പിൻ വരും. അപ്പൊ അതെന്ന് പറയുന്നത് എന്താണ്? ഒരു കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട് ആണ്. അങ്ങനെ ആലോചിക്കാം. പിന്നെ സിംഗിൾ വാല്യൂഡ് ആട്രിബ്യൂട്ട്സ് ആണെങ്കിൽ ഇപ്പൊ സ്റ്റുഡന്റിന് റോൾ നമ്പർ, ഏജ്, അല്ലെ? അപ്പൊ അതായത് എല്ലാം ഓരോ വാല്യൂ ഉണ്ടാവുള്ളൂ. ഏത് ആട്രിബ്യൂട്ട്? റോൾ നമ്പർ ഒരെണ്ണം ഉണ്ടാവുള്ളൂ, ഏജ് ഒരെണ്ണം ഉണ്ടാവുള്ളൂ, ഡേറ്റ് ഓഫ് ബർത്ത് ഒരെണ്ണം ഉണ്ടാവുള്ളൂ, ജെൻഡർ ഒരെണ്ണം ഉണ്ടാവുള്ളൂ, അല്ലെ? അപ്പൊ അതിനെയാണ് സിംഗിൾ വാല്യൂഡ് ആട്രിബ്യൂട്ട്. മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിന് മോർ ദാൻ വൺ വാല്യൂ ഫോർ എ ഗിവൺ എൻറ്റിറ്റി ടൈപ്പ്. അതായത് ഇപ്പൊ ഇമെയിൽ ID, മൊബൈൽ നമ്പർ, ഒരു സ്റ്റുഡന്റിന്റെ അല്ലെങ്കിൽ ഒരു എംപ്ലോയിയുടെ ഇതെടുക്കുകയാണെങ്കിൽ നമുക്ക് എന്തുണ്ട്? കുറെ വാല്യൂസ് ഉണ്ടായിരിക്കും. അപ്പൊ അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുക, മൾട്ടി വാല്യൂഡിനെ റെപ്രസെന്റ് ചെയ്യുക ഡബിൾ സർക്കിൾ വെച്ചിട്ട്. അപ്പൊ അതിന്റെ ഉള്ളിൽ നമ്മൾ എഴുതും.
ഇനി അടുത്തത് ഡിറൈവ്ഡ് ആട്രിബ്യൂട്ട്. ഡിറൈവ്ഡ് ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ ഇങ്ങനെ ഡോട്ടഡ് എലിപ്സ് വെച്ചിട്ട്, ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഏജിനെ നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാം. ഏജ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഡിറൈവ്ഡ് ആട്രിബ്യൂട്ട്. ഇനി കീ ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ എൻറ്റിറ്റി സെറ്റിൽ തന്നെ ഏതെങ്കിലും ഒരെണ്ണം, അതായത് ഇപ്പോൾ റോൾ നമ്പർ, സ്റ്റുഡന്റിന്റെ റോൾ നമ്പർ, അത് അതിന്റെ ഒരു ആട്രിബ്യൂട്ട് ആണ്. അപ്പൊ ഞാൻ ആട്രിബ്യൂട്ടിനെ ഞാൻ റെപ്രസെന്റ് ചെയ്തു, പക്ഷെ അതൊരു പ്രൈമറി കീ ആണ്. ഇത് വെച്ചിട്ട് എന്ത് ചെയ്യാം, സ്റ്റുഡന്റിനെ ഐഡന്റിഫൈ ചെയ്യാം. സോ ഇങ്ങനെയായിരിക്കും നമ്മൾ റെപ്രസെന്റ്. അപ്പൊ അത് ചിലപ്പോ എക്സാമിന് ചോദിക്കാം. ഓക്കെ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആട്രിബ്യൂട്ട്സ്. അപ്പൊ അതൊന്ന് നോക്കി വെക്കാം. ഇനി അടുത്തതാണ് പാർട്ടിസിപ്പേഷൻ. അടുത്തൊരു ടോപ്പിക്കാണ് പാർട്ടിസിപ്പേഷൻ. പാർട്ടിസിപ്പേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ റിലേഷൻഷിപ്പിനെ നമ്മൾ ഒരു ഇൻസ്റ്റൻസ് കൊടുക്കണം. അതിനെയാണ് നമ്മൾ എന്ത്, അതായത് എങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതായിരിക്കും. അതിന് 2 ടൈപ്പ് ഉണ്ട്, പാർഷ്യലും ഉണ്ട്, പാർഷ്യൽ പാർട്ടിസിപ്പേഷനും ഉണ്ട്, അതുപോലെ തന്നെ ടോട്ടൽ പാർട്ടിസിപ്പേഷൻ. പാർഷ്യൽ പാർട്ടിസിപ്പേഷൻ ആണെങ്കിൽ നമ്മളിപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു റിലേഷൻ ഉണ്ട്, ഒരു എൻറ്റിറ്റി ഉണ്ട്, ഒരു എൻറ്റിറ്റി. അപ്പൊ അതില് നമ്മൾ കൊടുക്കാണ് ഓപ്ഷണൽ പാർട്ടിസിപ്പേഷൻ, അതായത് മേ ഓർ മേ നോട്ട് പാർട്ടിസിപ്പേറ്റ് ഇൻ ദ റിലേഷൻഷിപ്പ്. അത് നിർബന്ധമില്ല. അങ്ങനെയാണെങ്കിൽ അതിന് എന്താ പറയാ, നമുക്ക് പാർഷ്യൽ പാർട്ടിസിപ്പേഷൻ. ഇനി ടോട്ടൽ പാർട്ടിസിപ്പേഷൻ ആണെങ്കിൽ ഇങ്ങനെയാണ് പാർഷ്യൽ പാർട്ടിസിപ്പേഷൻ നടക്കുന്നത്. ഇനി ടോട്ടൽ പാർട്ടിസിപ്പേഷൻ ആണെങ്കിൽ കമ്പൽസറി ആയിട്ട് എന്ത് ചെയ്യണം, ആ റിലേഷൻഷിപ്പിലെ ആ എൻറ്റിറ്റി പങ്കെടുത്തിരിക്കണം. അപ്പൊ അതിനെ റെപ്രസെന്റ് ചെയ്യാൻ ഇങ്ങനെ ഡബിൾ ലൈൻ വെച്ചിട്ടാണ്. ഇതിനെ മാൻഡേറ്ററി പാർട്ടിസിപ്പേഷൻ എന്ന് പറയും. പാർഷ്യൽ എന്ന് പറയുന്നത് ഒപ്റ്റിമൽ പാർട്ടിസിപ്പേഷൻ എന്നും പറയും. ഓക്കെ, അപ്പൊ അതൊന്നും ആലോചിച്ച് വെക്കാം. പിന്നെ കാർഡിനാലിറ്റി റേഷ്യോസ് ഉണ്ട്. 1:1, 1:2, 1:n, m:1, m:n, അങ്ങനെ. അപ്പൊ അത് ഓരോന്നും ഒന്ന് നോട്ട് ചെയ്തിട്ട് വെക്കും. ഇനി കമ്പാരിസൺ നോക്കുക. ഇതൊക്കെയാണ് അതിൽ നിയർ ഡയഗ്രമില് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ. ഓരോന്നും എന്തൊക്കെയാണ് ഓപ്ഷൻ ചെയ്യണമെന്നുള്ളത്. ഓക്കെ, ഇനി കീസ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കീസ്. കീ എന്ന് പറയുന്നത് അതായത് നമുക്ക് സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സിൽ ഒരു ആട്രിബ്യൂട്ടിനെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ എൻറ്റയർ റിലേഷൻ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇതിനെയാണ് എന്ന് പറയുന്നത് കീസ് പറയുന്നത്. അതിലെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സൂപ്പർ കീ. സൂപ്പർ കീന്റെ രണ്ടാമത്തെ കാൻഡിഡേറ്റ് കീ, പിന്നെ പ്രൈമറി കീ, പിന്നെ ഓൾട്ടർനേറ്റ് കീ, ഫോറിൻ കീ, പാർഷ്യൽ കീ, പിന്നെ കോമ്പോസിറ്റ്. അറൗണ്ട് കുറെ ടൈപ്പ് ഓഫ് ഫീസുകളുണ്ട്. ഇതൊന്ന് നോക്കി വെക്കാം. അതില് പിന്നെ ഓരോന്നും എന്താണെന്ന് ജസ്റ്റ് പറയാം. ഓക്കെ, അപ്പൊ അതിൽ ഫസ്റ്റ് വൺ സൂപ്പർ കീ. സൂപ്പർ കീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൈമറി കീ പോലെ തന്നെ അതിനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. പക്ഷെ എത്ര എണ്ണം വേണം, അതായത് സൂപ്പർ കീനെ നമുക്ക് എന്താ ഒരു സ്പെസിഫിക് നമ്പർ ഓഫ് ആട്രിബ്യൂട്ട്സ് വേണം അങ്ങനെയൊന്നുമില്ല. എനി നമ്പർ ഓഫ് ആട്രിബ്യൂട്ട് സൂപ്പർ കീ ആവാം.
ഓക്കെ, അതിനെയാണ് എന്തെന്ന് പറയുന്നത്. അതായത് ഒരു കീ തന്നെയാണ്, പക്ഷെ ആ കീ എന്ന് പറയുന്നത് എത്ര നമ്പർ വേണമെങ്കിലും ആവാം. അതിനൊക്കെ നമുക്ക് എന്താ സൂപ്പർ കീ എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഒരു സൂപ്പർ കീയിലെ ഒരു ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം, ഡെഫിനറ്റ്ലി സഫീഷ്യന്റ് ആയിരിക്കും. അതൊന്നും ആലോചിച്ച് വെക്കാം. സഫീഷ്യന്റ് സൂപ്പർ കീ എന്ന് പറയുന്നത് സഫീഷ്യന്റ് ആയിരിക്കും എന്തിനെ ഐഡന്റിഫൈ ചെയ്യാൻ, ഒരു റിലേഷനിലെ ഒരു ടപ്പിളിനെ ഐഡന്റിഫൈ ചെയ്യാൻ സഫീഷ്യന്റ് ആയിരിക്കും സൂപ്പർ കീ എന്ന് പറയുന്നത്. അപ്പൊ അതൊന്ന് ആലോചിച്ച് വെക്കാം. ഇനി അടുത്തെന്ന് പറയുന്നത്, അതായത് ഇപ്പൊ ഞാൻ പറയാണ് A1, A1, A2, A1, A3, A1, A4. A1 ആണ് സൂപ്പർ കീ എന്ന് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോ അങ്ങനെയാണെങ്കിൽ A1, A1 വെച്ചിട്ട് A2, A1 വെച്ചിട്ട് A3, A1 വെച്ചിട്ട് A4. അപ്പൊ ഇതൊക്കെ എന്താണ്, ആ സൂപ്പർ കീസിന്റെ സെറ്റിൽ വരാൻ സാധ്യതയുള്ള കീസുകളാണ്. ഓക്കെ, ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു പേഴ്സണ് ആധാർ നമ്പർ ഉണ്ട്, വോട്ടർ ID ഉണ്ട്, നെയിം ഉണ്ട്, ഏജ് ഉണ്ട്. അപ്പൊ ഈ ആധാർ നമ്പർ വെച്ചിട്ടും വോട്ടർ ID വെച്ചിട്ടും ആരെ കണ്ടുപിടിക്കാം, ആ പേഴ്സണെ കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ. അപ്പൊ അതിലത്തെ കീ എന്ന് പറയുന്നത് ആരൊക്കെയാ, ആധാർ നമ്പറും, സൂപ്പർ കീ എന്ന് പറയുന്നത് ആധാർ നമ്പറും വോട്ടർ ID-യും അല്ലെ. ഇനി അടുത്തെന്ന് പറയുന്നത് കാൻഡിഡേറ്റ് കീ. കാൻഡിഡേറ്റ് കീ കാൻഡിഡേറ്റ് കീ എന്ന് പറഞ്ഞാൽ മിനിമൽ ആട്രിബ്യൂട്ട് ആണ്. മിനിമൽ ആട്രിബ്യൂട്ട് മിനിമൽ ആട്രിബ്യൂട്ട് അതായത് ഒരു പേഴ്സണ് ആധാർ നമ്പർ ഉണ്ട്, അതുപോലെ തന്നെ വോട്ടർ ID ഉണ്ട്, നെയിം ഉണ്ട്, ഏജ് ഉണ്ട്. അപ്പൊ ആധാർ ID-യും വോട്ടർ ID-യും നമുക്ക് എന്ത് പറയാം, കാൻഡിഡേറ്റ് കീ തന്നെയാണെന്ന് പറയാം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കീയിലെ ഉള്ള ഒരു അല്ലെ, അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു പേഴ്സണെ ഐഡന്റിഫൈ ചെയ്യാം. അപ്പൊ അത് സൂപ്പർ കീ ആണ്, കാൻഡിഡേറ്റ് കീ ആണ്. ഇനി പ്രൈമറി കീ. പ്രൈമറി കീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൈമറി കീ പ്രൈമറി കീ എന്ന് പറയുന്നത് ഒറ്റ വാല്യൂ വരാൻ പാടുള്ളൂ. ഓക്കെ, പ്രൈമറി കീ എന്ന് പറയുന്നത് ഒറ്റ വാല്യൂ വരാൻ പാടുള്ളൂ. പ്രൈമറി കീ എന്ന് പറയുന്നത് യൂണീക്ക് ആയിരിക്കണം. പ്രൈമറി കീ എന്ന് പറയുന്നത് യൂണീക്ക് ആയിരിക്കണം. ഒന്നിലധികം പ്രൈമറി കീ വരാറില്ല. ഇനി എന്തെങ്കിലും പ്രൈമറി കീ ചേഞ്ച് ആവില്ല. അപ്പോ എന്തെങ്കിലും അപ്ഡേഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പോസിബിൾ അല്ല. ഏതില്, നമ്മുടെ പ്രൈമറി കീ. ഓക്കെ, അപ്പൊ ഇത് മൂന്നാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കേസ്. അതൊന്ന് നോക്കി വെക്കാം. ഇനി റിലേഷണൽ ഓൾജിബ്രയാണ്. ഡിലീഷൻ, ഇൻസേർഷൻ, ഡിലീഷൻ, പ്രൊജക്ഷൻ, യൂണിയൻ, അതൊക്കെയാണ് അതിൽ വരുന്നത്.